ഇരട്ടച്ചങ്കൻ എന്ന് CPMകാർ വിളിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് KK രമയുടെ ചോദ്യങ്ങൾക്ക് നിയമസഭയിൽ മറുപടി പറയാൻ ധൈര്യമില്ലാത്തതിനാലാണ് TP കേസുമായി ബന്ധപ്പെട്ട് അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകാതിരുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നു. TP കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാൻ നീക്കമുണ്ടെന്നത് അഭ്യൂഹമാണെന്നാണ് സ്പീക്കർ പറഞ്ഞത്. എന്നിട്ടാണോ അറിയപ്പെടുന്ന 3 ക്രിമിനലുകൾക്ക് ശിക്ഷാ ഇളവ് നൽകാൻ KK രമ MLAയുടെ മൊഴിയെടുത്തതെന്നും VD സതീശൻ തിരികെ ചോദിച്ചു. ശിക്ഷാ ഇളവ് നൽകുന്നത് അഭ്യൂഹമാണെന്ന സ്പീക്കറുടെ വാദം നിലനിൽക്കില്ല. അങ്ങനെയെങ്കിൽ എന്തിനാണ് ജയിൽ ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തതെന്ന് VD സതീശൻ ചോദിക്കുന്നു. കൊളവല്ലൂർ പോലീസാണ് ഇന്നലെ സന്ധ്യയ്ക്ക് ട്രൗസർ മനോജ് എന്ന പ്രതിയുടെ ശിക്ഷാ ഇളവുമായി ബന്ധപ്പെട്ട് രമയുടെ മൊഴിയെടുത്തത്. ശിക്ഷാ ഇളവെന്നത് അഭ്യൂഹമാണെന്ന് സ്പീക്കർ പറഞ്ഞതിന് ശേഷമായിരുന്നു ഈ നടപടി. പോലീസിൻ്റെ നടപടികൾ നിയമവിരുദ്ധമാണെന്ന് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി ഉത്തരവിറക്കിയെന്നാണ് ആഭ്യന്തരമന്ത്രി പറഞ്ഞത്. പിന്നെ എന്തിനാണ് അതിനുശേഷവും രമയുടെ മൊഴിയെടുത്തത്? ആ ഉത്തരവ് കാറ്റിൽ പറത്തി പോലീസ് നടപടികളുമായി മുന്നോട്ടു പോയതിന് പിന്നിൽ പ്രവർത്തിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘമാണോ? ഹോം സെക്രട്ടറിക്ക് മീതെ പറക്കുന്ന പരുന്താരാണ് എന്നാണ് സതീശൻ ചോദിക്കുന്നത്. പ്രതിപക്ഷം സബ്മിഷന് നോട്ടീസ് കൊടുത്തപ്പോൾ പിന്നാലെ ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. ഒരു കാരണവശാലും TP കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകില്ലെന്ന് സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അത് സ്വാഗതം ചെയ്യുന്നുവെന്നും ഉറപ്പ് പാലിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്നുമാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. TP ചന്ദ്രശേഖരനെ ക്രൂരമായി വെട്ടിക്കൊന്ന പ്രതികൾക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ 75ാം വാർഷികത്തിൻ്റെ ഭാഗമായി സ്വാതന്ത്ര്യം നൽകാനുള്ള വഴിവിട്ട നീക്കം CPMനെയും സർക്കാരിനെയും ഒരുപോലെ വെട്ടിലാക്കിയിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ സബ്മിഷന് മുൻപ് ധൃതിയിൽ ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് തടിയൂരാനുള്ള നീക്കമാണ് ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി നടത്തിയത്. പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കമില്ലെന്ന് പറഞ്ഞ സ്പീക്കറും സബ്മിഷൻ വേളയിൽ സഭയിൽ എത്താതിരുന്നത് ശ്രദ്ധേയമായി. സഭയിലെത്താതിരുന്ന മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി MB രാജേഷാണ് മറുപടി നൽകിയത്. ജയിൽ മോചനത്തിന് തെറ്റായ പട്ടിക തയ്യാറാക്കി പോലീസ് റിപ്പോർട്ട് തേടിയതിന് ഉത്തരവാദികളായ കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിൻ്റെ ചുമതലയുള്ള ജോയിൻറ്റ് സൂപ്രണ്ട്, അസിസ്റ്റൻറ്റ് സൂപ്രണ്ട്, അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ എന്നിവരെ അന്വേഷണ വിധേയമായി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനാണ് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയത്. TP കേസ് പ്രതികൾ വാതുറന്നാൽ CPMൻ്റെ ഉന്നത നേതാക്കളിൽ പലരും ജയിലഴിക്കുള്ളിലാകാൻ സാധ്യതയുണ്ടെന്നും പാർട്ടിക്ക് പ്രതികളെ ഭയമാണെന്നും പ്രതികൾ പാർട്ടിയെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണെന്നുമുള്ള പ്രതിപക്ഷ ആരോപണം പ്രതിരോധിക്കാനാകാതെ കുഴയുകയാണ് നേതൃത്വം.